നമസ്കാരം. ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഡോൺ പാലത്തറയുടെ പുതിയ സിനിമ ഫാമിലി അതിനെക്കുറിച്ചാണ് ഇന്ന് പറയണമെന്ന് ഉദ്ദേശിക്കുന്നത്. ഇതൊരു റിവ്യൂ ആയിട്ടല്ല, മറിച്ച് കുറച്ച് ഒപ്പീനിയൻസും കുറച്ച് നിരീക്ഷണങ്ങളും ഒക്കെ ഷെയർ ചെയ്യാന്നുള്ളതാണ്. ഇപ്പം കുറച്ച് സ്പോയിലറുകളൊക്കെ പിന്നീട് വരുന്നുണ്ട്. അപ്പം ഈ സിനിമ സ്പോയിലറിനെ ബാധിക്കുന്ന ഒന്നല്ല. ആക്ച്വലി ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇത് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ശരിക്കും അവരെ ഹെൽപ്പ് ചെയ്യാൻ സാധ്യതയുള്ള വിഷയങ്ങളാണ് പറയുന്നത്. ഞാൻ അതിലേക്ക് വരാം. ഇപ്പം പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ ഒരു ഡിസ്ക്ലൈമർ പോലെ, ഡോണ് ദീർഘകാലമായിട്ട് സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഒരു സുഹൃത്താണ്. നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും ഫോണിൽ പലപ്പോഴും സംസാരിക്കാറുണ്ട്. ഇപ്പൊ ഈ ഫാമിലിയുടെ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ഈ സിനിമയുടെ ക്രിയേറ്റിവിറ്റിയിൽ താല്പര്യമുള്ള ഒരു ആളെന്ന നിലയിൽ ഞാൻ ഡോണിനോട് ഇതിന്റെ സ്ക്രിപ്റ്റ് വാങ്ങി വായിച്ചിരുന്നു. അപ്പം ഞാൻ വായിച്ച പോർഷൻ ഒക്കെ വീണ്ടും എഡിറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് വേറൊരു സ്ക്രിപ്റ്റാണ് ഷൂട്ട് ചെയ്തത്. എങ്കിൽ പോലും തുടക്കത്തിൽ തന്നെ എനിക്ക് ഈ സിനിമയെ കുറിച്ച് ഏതാണ്ട് ഒരു ധാരണ ഉണ്ടായിരുന്നു എന്താണെന്നൊക്കെ. അപ്പം മാത്രമല്ല, ഇതിൽ എൻ്റെ വേറൊരു സുഹൃത്ത് ജെയിൻ ഇതിലൊരു വൈദികനായിട്ട് അഭിനയിച്ചിട്ടുമുണ്ട്. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങള് ഇപ്പൊ ഈ സൗഹൃദങ്ങളെ ചിലപ്പോൾ എന്റെ ഒപ്പീനിയനെ തീർച്ചയായിട്ടും ബാധിച്ചെന്നിരിക്കും. അതൊരു ഡിസ്ക്ലെയർ പോലെ ആദ്യമേ പറയുവാണ്. ഈ ഫാമിലി അതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇതൊരു കുടുംബചിത്രമാണ്. പക്ഷെ മലയാളത്തെ സംബന്ധിച്ച് ഇതൊരു അസാധാരണമായ കുടുംബചിത്രമാണെന്ന് പറയാം. എഗെയിൻ ഡോൺ ഒരു ഓച്ചർ ഫിലിം മേക്കർ ആണെന്ന് പറയാം മലയാളത്തില്. അപ്പം ഡോണ് അയാളുടെ വ്യക്തി ജീവിതം അല്ലെങ്കിൽ അയാൾക്ക് പരിചയമുള്ള ലോകമാണ് അയാളുടെ സിനിമയിൽ മിക്കവാറും വരുന്നത്. അപ്പം മുൻപത്തെ സിനിമകൾ വിത്ത്, ശവം എന്ന് പറയുന്ന ആദ്യത്തെ സിനിമ, പിന്നെ 1956 സെൻട്രൽ ട്രാവൻകൂർ എന്ന സിനിമ, ഇതെല്ലാം ഇടുക്കിയിലെ കുടിയേറ്റ പ്രദേശത്തെ ഒരു ഗ്രാമത്തിലെ, ഇപ്പം ഡോണ് ഒരു ഇടുക്കിയിലെ ഒരു കുടിയേറ്റ ഗ്രാമത്തിൽ നിന്നാണ്. അപ്പൊ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നിന്നായിരുന്നു. ഈ സിനിമയും അതേപോലെ ഒരു ഇടുക്കിയിലെ ഒരു കുടിയേറ്റ ഗ്രാമത്തിലെ മിഡിൽ ക്ലാസ് ക്രിസ്ത്യൻ കുടുംബങ്ങളുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ ആണ് ഈ കഥയും നടക്കുന്നത്. ഇത് ഈ സിനിമ കാണുമ്പോൾ പല സിനിമകള് തീർച്ചയായിട്ടും നമുക്ക് ചിലപ്പോൾ ഓർമ്മ വരും. എനിക്ക് ഇതിനോടുള്ള പേഴ്സണലി എൻ്റെ റെസ്പോൺസ്, എനിക്ക് ടിങ്കർ ടൈലർ സോൾജിയർ സ്പൈ എന്ന സിനിമ കണ്ടപ്പോൾ തോന്നിയതുപോലത്തെ റെസ്പോൺസ് ആണ് എനിക്ക് തോന്നിയത്. ഐ മീൻ, ഈ സിനിമ ടിങ്കർ ടൈലർ പോലെയല്ല, അതൊരു സ്പൈ മൂവിയാണ്. ഇത് അങ്ങനെയല്ല. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്ന ഐഡിയ ഇതെന്ന് വെച്ചാല്, ഈ ടിങ്കർ ടൈലർ ആദ്യം കണ്ടപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. ഇപ്പൊ ഐ വാസ് ട്രൈങ് ടു പീസ് ടുഗദർ ദ ഇൻഫർമേഷൻ, ടു മേക്ക് സെൻസ് ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ്. അതേപോലെ തന്നെ ഫാമിലി ആദ്യം കണ്ടപ്പോൾ എനിക്ക് തീർത്തും ഒന്നും മനസ്സിലായില്ല. എനിക്ക് ഒന്നും മനസ്സിലായില്ലെന്നല്ല, ഇങ്ങനെ പല കാര്യങ്ങളും ഐ വാസ് ട്രൈങ് ടു പീസ് ടുഗദർ വാട്ട് ഈസ് ഹാപ്പനിങ്. അത് കഴിഞ്ഞ് ഈ ടിങ്കർ ടൈലർ രണ്ടാമത് കണ്ടപ്പോഴാണ് അതിന്റെ ഈ ഒരു ഇമോഷണൽ ഇമ്പാക്ട് എനിക്ക് കിട്ടുന്നത്. അതേപോലെ ഫാമിലി രണ്ടാമത് കാണുമ്പോഴാണ് അതിന്റെ ഒരു ഇമോഷണൽ ചില്ലിങ് എഫക്റ്റ് എനിക്ക് കിട്ടുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് ഈ സിനിമ കോംപ്രഹെൻഡ് ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്, അത് ആസ്വദിക്കുന്നതിൽ. അപ്പം ചില സിനിമകൾ ആദ്യത്തെ കാഴ്ചയിൽ തന്നെ അതിന്റെ ഫുൾ ഇമോഷണൽ റെസ്പോൺസ് നമുക്ക് സാധ്യമായിക്കൊള്ളണമെന്നില്ല. നമ്മുടെ ഇമോഷണൽ റെസ്പോൺസ് പലപ്പോഴും സിനിമയെക്കുറിച്ച് നമ്മൾ എന്തുമാത്രം കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ സിനിമയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. അപ്പൊ ഇന്ന് ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഈ സിനിമയുടെ ഒരു നറേറ്റീവ് സ്ട്രാറ്റജി കുറിച്ചുള്ള കുറച്ച് സൂചനകളും, കുറച്ച് സീനുകളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നെന്ന് വേണേ പറയാം. അത് നമ്മള് പല സീനുകളും സെൽഫ് എക്സ്പ്ലനേറ്ററി അല്ല ഈ സിനിമയിൽ. പ്രത്യേകിച്ചും ഡോണിന്റെ മറ്റു സിനിമകളും ഏതാണ്ട് അതുപോലാണ്. ആർട്ട് സിനിമ പൊതുവേ ഇങ്ങനെയാണ്, എല്ലാ സീനുകളും സെൽഫ് എക്സ്പ്ലനേറ്ററി അല്ല. അപ്പം നമ്മൾ കുറച്ച് ഇൻഫർമേഷൻ നമ്മൾ പീസ് ടുഗദർ ചെയ്യേണ്ടി വരും. അപ്പം അതിലേക്ക് വരുന്നതിന് മുമ്പ് വേറെ ഒന്നുകൂടെ പറയാം. ഇതൊരു സ്വതന്ത്ര സിനിമയാണ് എന്ന് വെച്ചാൽ വളരെ സ്വതന്ത്രമായ ഒരു പ്രൊഡക്ഷൻ സ്ട്രക്ചർ ഉള്ള ഒരു സിനിമയാണ്. ഡോണിന്റെ എല്ലാ സിനിമകളും അതെ, വളരെ ചെറിയ ബഡ്ജറ്റിൽ ചെയ്തൊരു സിനിമയാണ്. അതുപോലെ തന്നെ ആർട്ട് സിനിമയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ജോണറിനെ കുറിച്ച് പറയുന്നതിൽ വലിയ അർത്ഥമില്ല, കാരണം ഇതൊരു ജോണർ മൂവിയല്ല. എങ്കിൽ പോലും ജോണർ എന്ന് പറയുന്നത് ഒരു നറേറ്റീവ് ഫിലോസഫിയാണ്. അപ്പം നറേറ്റീവ് ഫിലോസഫി എന്നൊരു അടിസ്ഥാനത്തിൽ ഈ സിനിമ ഏറ്റവും ബന്ധപ്പെട്ടിരിക്കുന്നത് ഗാങ്സ്റ്റർ എന്നൊരു ജോണറിനോടാണെന്ന് എനിക്ക് തോന്നി. ഗാങ്സ്റ്റർ എന്ന് പറയുന്നത് ഇപ്പം അതിന്റെ ഹിസ്റ്ററി അതിലേക്ക് അതൊരു അമേരിക്കൻ ജോണറാണ്. അത് വരുന്നത് 1930s ഗാങ്സ്റ്റർ എന്ന് പറയുന്ന ജോണറിന്റെ തുടക്കം.
അത് തന്നെ അവര് മുൻപ് പിന്നെ ഹോളിവുഡിൽ ആദ്യം ചെയ്തിരുന്ന വെസ്റ്റേൺ നറേറ്റീവുകൾ കാലഹരണപ്പെട്ടു പോയ ആ ഒരു പശ്ചാത്തലം ഇല്ലാതായ അവസരത്തിലാണ് ഈ ഗാങ്സ്റ്റർ ജോണർ. മാത്രമല്ല അന്നത്തെ കാലത്തെ ചില സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളോടുള്ള ഒരു റിയാക്ഷനും കൂടെ ആയിരുന്നു ഈ ഗാങ്സ്റ്റർ ജോണർ. ഗാങ്സ്റ്റർ ജോണർ എന്ന് പറയുമ്പോഴും ഇറ്റ്സ് അബൌട്ട് കറപ്ഷൻ. അതായത് പേഴ്സണൽ ജീവിതത്തിലോ വ്യക്തി ജീവിതത്തിലോ മാത്രമല്ല, മിക്കവാറും അധികാരത്തിന്റെ കറപ്ഷനാണ്, അല്ലെങ്കിൽ പൊളിറ്റിക്സിലോ ബിസിനസ്സിലോ ഉള്ള കറപ്ഷനെ പറ്റിയാണ് ഗാങ്സ്റ്റർ സിനിമകൾ. അതിന്റെ ഏറ്റവും മൈക്രോ ലെവലിലാണ് ഈ പേഴ്സണൽ ലെവലിലുള്ള കറപ്ഷനെ പറ്റിയുള്ള സിനിമകൾ. അപ്പൊ ഇത് അത്തരം ഒരു സിനിമയാണ്. എന്ന് വെച്ചാൽ ഈ വലിയ അധികാരം അല്ലെങ്കിൽ ബിസിനസ് അല്ലെ ഫൈനാൻഷ്യൽ സ്ട്രക്ചർ, അതിലൊക്കെ വരുന്ന കറപ്ഷനെ പറ്റിയുള്ള ഗ്രാൻഡ് സ്കെയിലുള്ള ഒരു നാറേറ്റീവ് അല്ല ഇത്. മറിച്ച് പേഴ്സണൽ ലെവലിലുള്ള കറപ്ഷനെ പറ്റിയിട്ടാണെന്ന് വേണേ പറയാം. അപ്പൊ ഇത് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് ഏതാണ്ട് ഒരു ഗാങ്സ്റ്റർ സിനിമയുടെ മോഡലാണ്. എന്ന് വെച്ചാൽ ഗാങ്സ്റ്റർ സിനിമയിൽ ഈ തോക്കും വെടിവെപ്പും മാടിയും ഒന്നും ഉണ്ടാകണമെന്നില്ല. ഈ നമുക്ക് ഏറ്റവും പരിചിതമായ അല്ലെങ്കിൽ ലോക സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടുന്ന ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ ഗാങ്സ്റ്റർ സിനിമയില് ഇത്ര വലിയ ആക്ഷൻ ഒന്നുമില്ല. അത് മിക്കവാറും ഒരു ഫാമിലി ഡ്രാമ പോലെയാണ് പ്ലേ ഔട്ട് ചെയ്യുന്നത്. ഈ സിനിമയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത സമയത്ത് ഡോൺ തന്നെ റീവാച്ച് ചെയ്തൊരു സിനിമ ഗോഡ് ഫാദർ ആയിരുന്നു പറഞ്ഞിരുന്നു. അപ്പം എനിക്ക് തോന്നി ഗോഡ് ഫാദർ പലപ്പോഴും ഈ സിനിമയിലും അതിന്റെ പ്രസൻസ് പോലെ വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. വളരെ ഒബ്വിയസ് ആയിട്ടുള്ള തരത്തിലല്ല, മറിച്ച് അതിന്റെ മൂഡും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിൽ. പിന്നെ വേറെ ഈ സിനിമയിൽ ഒരു ക്യാരക്ടർ ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. ഗോഡ് ഫാദറിന്റെ ഒരു ഷെയ്ഡ് ഉള്ള ഒരു ക്യാരക്ടർ എന്ന് വേണേ പറയാം. അങ്ങനെ കുറച്ച് എലമെന്റ്സ് ഇതിൽ സിനിമയിലും ഉണ്ടെന്ന് തോന്നി. ഇതൊരു ഫുൾ ഓൺ ഗാങ്സ്റ്റർ സിനിമയാണെന്നല്ല, മറിച്ച് ഇത് ആർട്ട് സിനിമ ആയിരിക്കും തന്നെ. ബൈ ജോണർ ഫിലോസഫി ഇത് ഗാങ്സ്റ്റർ സിനിമയോടാണ് കുറച്ചുകൂടി അടുത്ത് നിൽക്കുന്നത്. അതാണ് പറയുന്നതിന്റെ പോയിന്റ്. പിന്നെ ഈ സിനിമ കൈകാര്യം ചെയ്യുന്നത് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. കാരണം ഇതിൻ്റെ അകത്തെ പ്രധാന കഥാപാത്രം അഭിനയിക്കുന്ന വിനയ് ഫോർട്ടാണ്. അതിന്റെ കഥാപാത്രത്തിന്റെ പേര് സോണി. ഏതാണ്ട് ഒരു 25-30 വയസ്സ് പ്രായമുള്ള BEd എഡ്യൂക്കേഷൻ ഒക്കെ കഴിഞ്ഞ് ഒരു ടീച്ചർ ജോലി കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കഥാപാത്രമാണ്. നാട്ടിൽ വളരെ പൊതുകാര്യ പ്രസക്തനായ ഒരു വ്യക്തിയാണ്. എല്ലാവർക്കും നല്ല കാര്യങ്ങൾ മാത്രമേ ഈ സോണി എന്ന കഥാപാത്രത്തെ കുറിച്ച് പറയാനുള്ളൂ. അപ്പൊ ഈ സോണി ഒരു പീഡോഫൈലാണ്. അപ്പം അയാള് ആൺകുട്ടി പെൺകുട്ടി എന്നില്ല, പ്രായത്തിൽ കുറഞ്ഞ കുട്ടികളെ ദുരുപയോഗിക്കുന്ന ഒരു ശീലമുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടറിനെയാണ് സിനിമ അതിന്റെ കേന്ദ്രസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത്. അപ്പൊ ഈ ഗാങ്സ്റ്റർ സിനിമ എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോഷണറി ടെയിലാണ്. അപ്പൊ ഈ സിനിമ ഒരു കോഷണറി ടെയിലാണ്. പിന്നെ ക്രൈം ജോണറിൽ വ്യക്തികളായിരിക്കും കുറ്റം എന്ന് പറയുന്നത് അനഭിലഷണീയമായ അല്ലെങ്കിൽ ഡിസൈറബിൾ അല്ലാത്ത ആഗ്രഹങ്ങളും പ്രവൃത്തികളും കൊണ്ടു നടക്കുന്ന വ്യക്തികളാണ് ക്രിമിനൽ അല്ലെങ്കിൽ ക്രൈം ജോണറിലെ പ്രധാന കഥാപാത്രങ്ങൾ എന്ന് വേണേൽ പറയാം. ഈ ഗാങ്സ്റ്റർ ജോണർ വരുമ്പോഴേക്കും അതിന്റെ ഒരു മാഗ്നിഫൈഡ് വേർഷനാണ്. ഗാങ്സ്റ്റർ ജോണറിൽ സാമൂഹ്യ വ്യവസ്ഥ തന്നെയാണ് കുറ്റവാളി എന്ന് പറയുന്നത്. ഒരു വ്യക്തിയല്ല, മറിച്ച് സാമൂഹ്യ വ്യവസ്ഥ തന്നെയാണ് കുറ്റവാളി എന്ന് പറയുന്നത്. അപ്പൊ ഈ സിനിമയില് ഈ കുടുംബ വ്യവസ്ഥയാണ് ശരിക്കും ഈ ഒരു there is a criminal, പക്ഷെ അയാളെ സഹായിക്കുകയും അയാളെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്ന, അയാൾക്ക് വേണ്ട അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു കുടുംബ വ്യവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ആ കുടുംബ വ്യവസ്ഥയാണ് ഈ സിനിമ പിൻ പോയിന്റ് ചെയ്യാൻ നോക്കുന്നത്. ഇപ്പം ആ ഫാമിലി എന്നുള്ള പേര് തന്നെ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ സിനിസ്റ്റർ സൗണ്ടിങ് ടൈറ്റിൽ എന്ന് പറയും ഈ സിനിമയുടെ ഒരു നറേറ്റീവ് വെച്ചിട്ട്. ഞാൻ കുറച്ച് ഫ്രെയിമുകളൊക്കെ ഉപയോഗിച്ച് ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവാണ്. അപ്പം ഞാൻ ഈ ഒരു മുറിയിൽ കുറച്ച് പേര് നിന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഇതിന്റെ ഒരു ടോണും ആ ഒരു ലൈറ്റും അതിന്റെ ഒരു അന്തരീക്ഷമൊക്കെ കൂടി ചേർന്നുണ്ടാക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. ഇതൊരു റെക്കറിങ് ഐഡിയ ആണ് ഈ സിനിമയിൽ. വളരെ ഡാംപ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം, ചുറ്റുപാടുകള്, അതേസമയം ഗ്രീനും ഗ്രേയും കലർന്ന ഒരു പാലറ്റ്, അതാണ് റിപ്പീറ്റഡ് ആയിട്ട് സിനിമയിൽ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ സിനിമ തുടങ്ങുന്നത് തന്നെ ഈ സോണി എന്ന കഥാപാത്രം അയാളുടെ ഒരു കസിനെ
അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവിടുവാണ്. രാത്രി ഇവർ വേറെ എവിടെയോ ആയിരുന്നു. റിലേറ്റഡ് ഫാമിലീസ്, ക്ലോസ്ലി റിലേറ്റഡ് ഫാമിലീസ്. അപ്പം ഇവനെ കൊണ്ട് വീട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്നു. ഇവന്റെ കൊച്ചിന്റെ അമ്മയാണ് ഈ നിൽക്കുന്നത്. അപ്പം ഇവര് ഇത് കഴിഞ്ഞിട്ട് സിനിമ കട്ട് ചെയ്യുമ്പം അടുത്ത സീനിലേക്ക് കട്ട് ചെയ്യുമ്പം ഈ കൊച്ച് ബാത്റൂമിൽ പോയി നിന്നിട്ട് അവന്റെ മുഖവും ശരീരവും ഒക്കെ പരിശോധിക്കുവാണ്. അവിടെ തന്നെ വി കൈൻഡ് ഓഫ് ഗെറ്റ് എ റെഡ് ഫ്ലാഗ്. വൈ ഈസ് ഹി ചെക്കിംഗ് ഹിസ് ഓൺ ബോഡി എന്നുള്ളൊരു സൂചന കിട്ടും. അത് വളരെ അവ്യക്തമായിട്ടാണ് ഈ സൂചനകൾ സിനിമയിൽ തരുന്നത്. അപ്പൊ ഇവിടുന്ന് തന്നെ ചില ആൾക്കാർക്ക് ഇത് സെൻസ് ചെയ്യും. ഓക്കെ, ദിസ് ഇസ് സംതിങ് ഹാപ്പൻഡ്. പക്ഷെ ഈ കൊച്ചൊന്നും മിണ്ടുന്നുമില്ല. ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ അത് കഴിഞ്ഞിട്ട് വരുന്ന കുറെ സീനുകൾ സോണിയുടെ ചുറ്റുപാടുകളും സോണിയുടെ ജീവിതമൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ സോണി വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പം ഇയാളുടെ അടുത്തടുത്ത് ഇവരുടെ കുറച്ച് റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട്. എല്ലാവരും അടുത്ത ഒരു കൂട്ടുകുടുംബം എന്നല്ല, അതേസമയം വളരെ ഈ കുടിയേറ്റ ഗ്രാമങ്ങളിലെ വലിയ ക്രിസ്ത്യൻ കുടുംബങ്ങളുടെ ഒരു സ്വഭാവമുണ്ട്. അപ്പൊ അതില് ആദ്യകാലത്ത് വലിയ ഒരു കൂട്ടുകുടുംബമായിരുന്നത് പിന്നീട് സ്പ്ലിറ്റ് ആയിപ്പോയി. സഹോദരങ്ങൾ തന്നെ അടുത്തടുത്തായിട്ട് വീട് വെച്ച് താമസിക്കുന്നുണ്ട്. അപ്പൊ ഈ അടുത്തടുത്തുള്ള സഹോദരങ്ങളെല്ലാം തന്നെ വളരെ ഇന്റിമസിയിലും വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പിങ്ങും അങ്ങനെയൊക്കെ ആയിരിക്കും. ഒരു രീതി അതാണ്. അപ്പൊ ഈ സോണി ഇവരുടെയൊക്കെ സിബ്ലിങ്സിന്റെ ഒക്കെ വീടുകളിൽ പോയി അവിടെയൊക്കെ ഹെൽപ്പ് ചെയ്യുകയും അവരോടൊക്കെ വളരെ വല്യപ്പച്ചനോടാണ് ഈ വർത്താനം പറയുന്നത്. അയാളോടൊക്കെ വളരെ സ്നേഹത്തോടെ ബാക്കി ഫാമിലിയുള്ള ആളുകളോടൊക്കെ വളരെ ഹെൽപ്പിംഗ് ആണ്. അയാളെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. അതായത് സോണി എന്ന് പറയുന്നത് നല്ല ഒരു ചെറുപ്പക്കാരനാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇയാൾ ഭയങ്കര പൊതുകാര്യ പ്രസക്തനാണ്. അപ്പൊ കുഴി വീണ് പോയ ഒരു പശുവിനെ നാട്ടുകാരെല്ലാം കൂടി വലിച്ചു കയറ്റുന്നതാണ് ഈ സീന്. അപ്പൊ അതിൽ സോണി ഇതിന്റെ അകത്ത് ഒരു പ്രധാന രംഗത്ത് തന്നെയുണ്ട്, പ്രധാന റോളിൽ തന്നെയുണ്ട്. ഈ കുഴിക്ക് വേറെ ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ആണ്. ആ നാട്ടില് പുലിയുണ്ട്. അപ്പം പുലി ഇറങ്ങി നടപ്പുണ്ട്. പുലിനെ പലരും കണ്ടതായിട്ട് പറയുന്നുണ്ട്. ഒരു ചെറിയൊരു ചെറുപ്പത്തിൽ തന്നെ സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു സ്ഥലത്ത് ബ്ലഡ് വീണ് കിടക്കുന്ന കാണുന്നുണ്ട്. മേ ബി പുലി എന്തിനെയോ പിടിച്ചുകൊണ്ട് പോയതിന്റെ മറ്റുമാണ്. അപ്പം പുലിയെ പിടിക്കാൻ വേണ്ടി കുത്തിയ കുഴിയിലാണ് ഈ പശു വീഴുന്നത്. അപ്പൊ പശുവിനെ നാട്ടുകാരെ പിടിച്ചു കയറ്റുന്നതാണ്. അപ്പൊ ഇവിടെ വെച്ച് ഈ നാട്ടിലുള്ള ഒരാള് സോണിയോട് ഒരു കൊച്ചിന് വേണ്ടി ട്യൂഷൻ എടുക്കാവോന്ന് ചോദിക്കും. അപ്പൊ സോണി ഓക്കെ ട്യൂഷൻ എടുക്കാന്ന് പറയും. അങ്ങനെ സോണി ആ വീട്ടിൽ പോയി ട്യൂഷൻ എടുക്കുന്നതാണ്. അപ്പം അവിടെ വീട്ടിലെ കുടുംബനാഥൻ ഇരുന്ന് TV കാണുന്നു. അപ്പുറത്തെ മുറിയില് സോണി ട്യൂഷൻ എടുക്കുന്നു. അപ്പൊ ഈ ചുമരിന്റെ അപ്പുറത്ത് ഇയാളുടെ മകളുണ്ട്. അപ്പൊ സോണി പഠിപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇയാൾ TV കാണുന്നു. അപ്പൊ സോണി ഇടയ്ക്ക് അപ്പുറത്തേക്ക് പോകുന്നു. ഈ ഒരു സമയത്ത് നമ്മൾ സോണിയെ കാണുന്നില്ല. സോണി ഈസ് ഡൂയിങ് സംതിങ്, വി ഡോണ്ട് നോ വാട്ട് ഈസ്. സിനിമ പലപ്പോഴും ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് കുറെ വ്യക്തമായിട്ട് കാര്യങ്ങൾ കാണിക്കുന്നില്ല. മാത്രമല്ല ഇങ്ങനത്തെ ഒരു സബ്ജക്ട് മാറ്ററും കൂടെ ആയതുകൊണ്ട് കുറെ കാര്യങ്ങൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് കാണിക്കാൻ പറ്റില്ല. അപ്പം ഈ സിനിമ വളരെ ഗോപ്യമായിട്ടാണ് ഈ കാര്യങ്ങളെ അവതരിപ്പിക്കുന്നത്. അപ്പൊ അതിനുശേഷം ഒരു കുടുംബത്തിലെ എല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഈ കൊച്ചു ഭയങ്കര ഒരു മൂടിയായിട്ടിരിക്കുന്നത് കാണാം. അപ്പം വി ഡോണ്ട് നോ വാട്ട് സോണി ഡിഡ്, ദർ ഇസ് സംതിങ് ഹാപ്പൻ ദേർ. അതിനുശേഷം ഇപ്പൊ അതിന്റെ പാരലായിട്ട് വേറൊരു നറേറ്റീവ് വരുന്നുണ്ട്. അതായത് ആ നാട്ടിലെ ഒരു പെൺകുട്ടി ഒളിച്ചോടി പോകുന്നു. അതേസമയം അവർക്ക് ആ ബന്ധം ശരിയാകുന്നില്ല. അവർ തിരിച്ചു വരേണ്ടി വരുന്നു. അപ്പൊ നാണക്കേടിനെ തുടർന്ന് പെൺകുട്ടിയുടെ അച്ഛൻ ആത്മഹത്യ ചെയ്യുന്നു. അങ്ങനെ ആ നീതു എന്നാണ് ആ കൊച്ചിന്റെ പേര്. അപ്പൊ അങ്ങനെ ഒരാൾ ആത്മഹത്യ ചെയ്യുന്നു. അവരുടെ ശവപാടൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ ആ വീട്ടില് ഫ്യൂണറൽ നടക്കുന്ന വീട്ടില് ഇപ്പം ഇവരെല്ലാരും കൂടെ പോവാണ്. അപ്പൊ സോണി ഇവിടെ നിൽക്കുന്നുണ്ട്. കൂട്ടുകാരോടൊക്കെ വർത്താനം പറഞ്ഞ് നിൽപ്പുണ്ട്. അപ്പൊ ഇയാൾ ട്യൂഷൻ എടുത്തിരുന്ന കൊച്ചിന്റെ അച്ഛനാണ് ഈ വരുന്നത്. ഇപ്പൊ സോണി ഇത് കാണുന്നു. ഇപ്പൊ സോണി ഇത് കണ്ടിട്ട് സോണിക്ക് മനസ്സിലാവുന്നു ഇവരുടെ വീട്ടിൽ വേറെ ആരുമില്ല, കൊച്ചു തന്നെ ആയിരിക്കും എന്ന് മനസ്സിലാവുന്നു. അവിടെ തന്നെ സോണി സ്ഥലം വിടുവാണ്. അവര് ഉള്ളിലേക്ക് കയറിയ ഉടനെ സോണി ഇവരോടൊക്കെ പറഞ്ഞിട്ട് സ്ഥലം വിടുവാണ്. എന്നിട്ട് സോണി ചെല്ലുന്നത് ഈ കൊച്ചു മാത്രം വീട്ടിലുള്ളപ്പോ അവിടെ ചെല്ലാൻ വേണ്ടിയിട്ടാണ്. അപ്പം സോണി അവിടെ കൊച്ചിരുന്ന് TV കാണാം. അതേസമയം അപ്പൊ പുറത്ത് സോണി വന്ന് കോളിംഗ് ബെൽ അടിക്കുന്നു. അപ്പം വന്നെന്ന് മനസ്സിലാകുന്ന ഈ കൊച്ച് TV ഒക്കെ ഓഫ് ചെയ്തിട്ട് പേടിച്ച് മാറി നിൽക്കുവാണ്. ഇപ്പം ജനലിൽ കൂടെ നോക്കിയാൽ പോലും കാണരുത്, ആരും ഉള്ളതിന്റെ ഒരു സൂചന പോലും പുറത്തൊന്നും മനസ്സിലാവരുത് എന്ന് കരുതി കൊച്ചു മാറി നിൽക്കുവാണ്.
അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പം സോണി അവിടെ തന്നെ നിൽക്കുവാണ്. പരിമി നിൽക്കുമ്പോൾ വേറെ ഒരു സ്ത്രീ ഇപ്പൊ അതിലൂടെ പുല്ലൊക്കെ എടുത്ത് വരുന്ന ഒരു സ്ത്രീ പറയും, അപ്പൊ ഇവിടെ ആരും ഇല്ലെന്ന് പറയും. അപ്പൊ തന്നെ സോണി തിരിച്ചോടിപ്പോയിട്ട് ഇപ്പൊ ഫ്യൂണറൽ ശവം എടുത്തോണ്ട് ബോഡി എടുത്തോണ്ട് ആളുകൾ, അപ്പൊ സോണി അവർക്കെതിരെ ചെന്നിട്ട് സോണി ഈ ബോഡിയിലൊക്കെ ഐ മീൻ ശവപ്പെട്ടിയൊക്കെ പിടിക്കാൻ വേണ്ടി കൂടി ഐ മീൻ ഹീസ് യുനോ മേജർ റോൾ അവിടെയും വന്നു. അപ്പം ഈ സിനിമ ഒരു വ്യക്തിയുടെ ഒരു എന്താണ് അയാളുടെ സിനിസ്റ്റർ മോട്ടീവിന് വേണ്ടിയുള്ള അവസരങ്ങൾ നോക്കി നടന്ന് അത് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു. ഇനി അത് നടക്കുന്നില്ലെങ്കിൽ അയാൾ പെട്ടെന്ന് തന്നെ വന്ന് അയാളുടെ ലീഡർഷിപ്പ്, സമൂഹത്തിലെ ലീഡർഷിപ്പ് റോള് അയാള് റീക്ലെയിം ചെയ്യുകയാണ്. അങ്ങനെ ഇതുപോലത്തെ രീതിയിലാണ് ഈ സിനിമ ഈ നറേറ്റീവ് ബിൽഡ് ചെയ്യുന്നത്. ഈ കുടുംബത്തിന്റെ ഒരു അന്തരീക്ഷം പലപ്പോഴും ഒത്തിരി സീനുകളിൽ ഈ സിനിമയിൽ കൂടെ എവിഡന്റ് ആണ്. ഇത് സോണിയുടെ കുടുംബത്തിലെ ആളുകളെല്ലാം കൂടെ അവരുടെ കുടുംബത്തിലെ ഒരാൾ വിദേശത്ത് നിന്ന് വന്നപ്പം എല്ലാവർക്കും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്ന എല്ലാവരും കൂടെ കൂടി നിന്ന് വാങ്ങുന്നതാണ്. അത് അഗൈൻ ഈ സിനിമ സെറ്റ് ചെയ്തിരിക്കുന്നത് ഏതാണ്ട് മിഡ് 2000 പീരീഡ് ആണെന്ന് പറയാം. സെൽഫോണുകളുണ്ട്, അതേസമയം ഇന്നത്തെ കാലഘട്ടമല്ല, കുറച്ചുകൂടി പാസ്റ്റ് ആണ്. അതുപോലെ ഇത് പെസഹായ്ക്ക് വേണ്ടി ഇവരുടെ കുടുംബത്തിൽ എല്ലാവരും കൂടെ നിന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അപ്പം വളരെ രസകരമായിട്ട് കാണാൻ, ഇവിടെ ഒരു കൊച്ചു കിടന്നുറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞ ഈ ഫാമിലി എന്ന ആ ഒരു സ്ട്രക്ചറിന്ന് രക്ഷപ്പെടാന് either you have to be a child or you have to be extremely old എന്ന പോലത്തെ ഒരു ഇതാണ്. അപ്പം അതിൻ്റെ അകത്ത് ബാക്കി എല്ലാവരും ഈ ഫാമിലിയുടെ സ്ട്രക്ചറിന്റെ ഉള്ളിൽ ബൗണ്ട് ആണ്. അപ്പൊ ഇതില് അപൂർവമായിട്ട് ചില ആൾക്കാർ ഇതിൽ കുതിർത്ത് മാറാൻ വേണ്ടി നോക്കുന്ന ചിലരുണ്ട്. അവര് പോലും പിന്നീട് സമൂഹത്തിലെ ഈ ഒരു വ്യവസ്ഥയോട് കൺഫേം ചെയ്യേണ്ടി വരുന്നു. ഒന്ന് സോണിയുടെ അനുജനുണ്ട്, മാത്യൂസ് ആണ് അഭിനയിക്കുന്നത്. അപ്പം മാത്യൂസ് സോണിയോട് ഒരിക്കൽ പോലും സോഫ്റ്റ് ആയിട്ട് പെരുമാറുക, സോണിയോട് ഒരു അടുപ്പവും ഇല്ലാത്ത പോലെ ആയാണ് പെരുമാറുന്നത്. നമുക്ക് വി ഡോണ്ട് നോ വൈ, മേ ബി സോണി ഡിഡ് സംതിങ് ടു ഹിം, നമുക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. അപ്പം അതുപോലെ ഈ ഒളിച്ചോടെ പോകാൻ നോക്കുന്ന നീതു എന്ന് പറയുന്ന പെൺകുടി ഇതുപോലെ ഈ വ്യവസ്ഥയോട് കലഹിക്കാൻ നോക്കുന്നതാണ്. പക്ഷെ അവര് പോലും പിന്നീട് കൺഫേം ചെയ്യേണ്ടി വരുന്നു ഈ സൊസൈറ്റിയോട്. അപ്പൊ അതില് വേറെ കുറച്ച് രസകരമായ സംഭവങ്ങളുണ്ട് സിനിമയിൽ. ഒന്ന്, ഈ ഫ്യൂണറലൊക്കെ കഴിഞ്ഞിട്ട് ഇവരുന്ന് സംസാരിക്കുമ്പം ഈ വൈദികൻ സോണിയോട് വേദപാഠം പഠിപ്പിക്കാൻ പറയും. സൺഡേ സ്കൂൾ എന്ന് പറയുന്നത് പഠിപ്പിക്കാൻ പറയും. അപ്പം 10ാം ക്ലാസ് പഠിപ്പിക്കാനാണ് പറയുന്നത്. സോണിക്ക് BEd ഒക്കെ ഉണ്ട്, ടീച്ചിങ് എക്സ്പീരിയൻസ് കുറച്ചൊക്കെ ഉണ്ട്. അപ്പം അപ്പൊ സോണി പറയുന്നത് ഇതാണ്, കുറച്ചുകൂടെ ലോവർ ഗ്രേഡ് ആണ്, കുറച്ചുകൂടെ സൗകര്യമായിരുന്നു. അതായത് സോണി ഉദ്ദേശിക്കുന്നത് വേറെ സൗകര്യമാണ്, ബട്ട് അത് അച്ഛന് മനസ്സിലാകുന്നുമില്ല. അച്ഛൻ പറയും ഓക്കെ അത് ശരിയാക്കാന്ന് പറയും. അത് എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് ലൈക്ക് എ ബ്ലാക്ക് കോമഡി വർക്കിംഗ് ദയർ. വേറൊന്ന്, ഇതിലെ ഒരു പ്രധാന കഥാപാത്രം, അവര് വളരെ കുറച്ച് സ്ക്രീൻ ടൈമേ ഉള്ളൂ, പക്ഷെ അവരെ ഒരു ഫോൺ കോളിൽ കൂടാണ് ആദ്യ സമയത്ത് അവതരിപ്പിക്കുന്നത്. അതിനിടയ്ക്ക് അവരുടെ ഫാമിലി ഫോട്ടോ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് ഈ ഒരു ചെറിയൊരു കന്യാസ്ത്രീ വേഷമൊക്കെ ഇട്ട ഒരു സ്ത്രീയെ കാണാം. അവര് ഈ സിനിമയിലുള്ള ഒരു പ്രധാന കഥാപാത്രമാണ്. അവർ വളരെ കുറച്ച് സീനിലേ ഉള്ളൂ, ബട്ട് അവരാണ് ഈ ഫാമിലിയിലെ ഏറ്റവും പവർഫുൾ ഫിഗർ. അതുപോലെ തന്നെ ഒരു ഫോൺ സംഭാഷണത്തോട് മെർജ് ചെയ്തുകൊണ്ട് അവര് മാർപ്പാപ്പയുടെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോയും കാണിക്കുന്നുണ്ട്. കൈൻഡ് ഓഫ് ലൈക്ക് ഷോയിങ് ഹെർ പ്രസൻസ് ആൻഡ് പവർ വിത്തിൻ ദ ഫാമിലി. അപ്പം ഇത് ചെയ്യുന്നത് സോണിയുടെ സ്വഭാവ ദൂഷ്യത്തെ പറ്റി ആ കുടുംബത്തിലെ ചില സ്ത്രീകൾക്ക് സൂചനകൾ കിട്ടും. അപ്പൊ ഇവര് സ്ത്രീകൾ 1-2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാര്യം സംസാരിക്കും. അപ്പൊ ഇത് അറിയുന്നത് ഈ സിസ്റ്റർ അറിയും. സിസ്റ്റർ അറിഞ്ഞ ഉടനെ അവര് വേറൊരു സ്ഥലത്തായിരുന്നു, അവര് വന്നിട്ട് ഈ പ്രശ്നം ഒതുക്കുവാണ്, ആരും ഇത് അറിയാത്ത രീതിയിൽ. എന്നിട്ട് ഈ സോണിയുടെ സ്വഭാവത്തെ കുറിച്ച് സംശയം പറയുന്ന ഒരു പെങ്ങളാണിത്. മാരീഡ് ചെയ്തു വന്നതാണ് ഈ കുടുംബത്തിലേക്ക്. അപ്പൊ അവരോട് പറയുവാണ്, ഇങ്ങനെ നമുക്ക് 100% ഉറപ്പില്ലാത്ത കാര്യങ്ങളെ പറ്റി ആരോടും പറയരുത്. അപ്പൊ ഇത് ഈ ഡയലോഗ് സീനും ഒക്കെ ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് വളരെ ക്ലെവർ ആയിട്ടാണെന്നാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. ആദ്യം തന്നെ ഇവർ പറയുന്നത് ഇവരുടെ ചെറുപ്പകാലം
അല്ലെങ്കിൽ ഇവരുടെ കരിയർ തുടങ്ങുന്നത്, അവരെന്തോ സ്ഥാപനം നടത്തുന്നുണ്ട്, അപ്പൊ അതിനുവേണ്ടി അവർ ചെയ്ത ത്യാഗങ്ങൾ അത് എന്തുമാത്രം വളർന്നു, അങ്ങനെയൊക്കെ അവരുടെ ക്രെഡിബിലിറ്റിയും അവരുടെ പവറും അവരുടെ ഒരു മോറൽ സുപ്പീരിയോറിറ്റി ആദ്യം സ്ഥാപിച്ചെടുത്തിട്ടാണ് ഇവര് വളരെ അവ്യക്തമായിട്ട് ഈ കാര്യം ഹിന്റ് ചെയ്യുന്നത്. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരോടും മിണ്ടരുത്. അങ്ങനെ സോണിയുടെ സ്വഭാവ വൈകൃതത്തെ പറ്റി കുടുംബത്തിലെ പെണ്ണുങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ പോലും ആണുങ്ങളോട് പോലും പറയുന്നില്ല, മറിച്ച് അവരിത് ഒതുക്കി തീർക്കുവാണ്. പ്രത്യേകിച്ച് ഈ കന്യാസ്ത്രീ മുൻകൈ എടുത്ത് അത് ഒതുക്കി തീർക്കുവാണ്. എന്നിട്ട് സോണിയെ ഒരു ധ്യാനത്തിന് വിടും, സോണിയോട് പ്രാർത്ഥിക്കാൻ പറയും, എന്നിട്ട് സോണിക്ക് വേണ്ടി ഒരു കല്യാണവും ശരിയാക്കും. ഇപ്പം അതിനിടയ്ക്ക് സോണി കുമ്പസാരിക്കാൻ വേണ്ടി പോകും. ഇപ്പൊ സോണി കുമ്പസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, എന്താണ്, എന്നെക്കാളും ദുർബലരായ ആളുകളോട് കാരുണ്യമില്ലാതെ പെരുമാറി എന്നാണ് പറയുന്നത്. കുട്ടികളെ ദുരുപയോഗിക്കുന്നതിനെ കുറിച്ച് വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജിലാണ് ഇയാൾ സംസാരിക്കുന്നത്. അപ്പൊ ഇത് കേട്ടാൽ ഒരാൾ പോലും ഇയാൾ ഇതുപോലത്തെ ഒരു വൈകൃതത്തിന് ഉടമയാണ് ആരും സംശയിക്കുക പോലുമില്ല. ഈ ഉപസാരമൊക്കെ കേട്ടിട്ട് വൈദികൻ നമുക്ക് പ്രായശ്ചിത്തം തരുന്ന ഒരു ഇതുണ്ട്. അപ്പം ഇയാൾ വേറെയും കുറച്ച് പാപങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഈ കുമ്പസാരം നടക്കുന്നത്. അങ്ങനെയാണ് വിശ്വാസികളല്ലാത്ത കത്തോലിക്കലല്ലാത്തവർക്ക് ഇതിനെപ്പറ്റി വലിയൊരു ധാരണ ഉണ്ടാവില്ല. അപ്പം ചെയ്യുന്നത്, കുമ്പസാരിക്കുന്ന ആളുകള് വൈദികനോട് പോയിട്ട് രഹസ്യമായിട്ട് ചെയ്ത പാപങ്ങളൊക്കെ പറയും. ഇപ്പൊ വൈദികൻ ഇങ്ങനെ കുറച്ച് ഉപദേശങ്ങളൊക്കെ തരും, പാപങ്ങൾ മോചിക്കുകയും ചെയ്യും. അതാണ് കുമ്പസാരത്തിൽ നടക്കുന്ന ഇത്. അപ്പം വൈദികർ ആദ്യം തന്നെ മറുപടി പറയുന്നത് കുർബാനയൊന്നും സ്കിപ്പ് ചെയ്യില്ലെന്നുള്ള, അതാണ് ഏറ്റവും ഗൗരവമായ തെറ്റ് എന്നുള്ളതാണ്. ഏറ്റവും ഗൗരവമായ തെറ്റിനെ കുറിച്ചാണല്ലോ വൈദികൻ ആദ്യം പറയുന്നത്. അപ്പം ഇയാൾ പറയുന്ന പാവങ്ങൾ ഏറ്റവും ഗൗരവമുള്ളതായിട്ട് വൈദികന് തോന്നുന്നത് ഈ കുർബാന മുടക്കിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നതാണ്. I mean, again, kind of like a black comedy working there. ഇനി പുലിയുടെ കാര്യം ആദ്യം പറഞ്ഞു, ഞാൻ ഒന്ന് പറഞ്ഞിരുന്നു. അപ്പം പുലിയുടെ ഒരു പ്രസൻസ് പലപ്പോഴായിട്ട് സിനിമയിൽ സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷെ ഒരിക്കലും മാത്രമേ പുലിനെ നമ്മൾ നേരിട്ട് കാണുന്നുള്ളൂ. ആ പുലിനെ നേരിട്ട് കാണുന്നത് ഈ സിനിമയിലെ കുട്ടികളായ കുറച്ച് രണ്ട് കഥാപാത്രങ്ങളാണ് പുലിയെ നേരിട്ട് കാണുന്നത്. വേറെ ആരും ഇത് കാണുന്നില്ല. വേണം ഒരാൾക്ക് ഇതുപോലെ ഇന്റർപ്രറ്റ് ചെയ്യാം. അത് ഈ സോണി എന്ന കഥാപാത്രം ഒരു പ്രിഡേറ്ററാണ്. അയാളെ കാണുന്നതും അയാളുടെ പ്രിഡേറ്റർനെസ് എക്സ്പീരിയൻസ് ചെയ്യുന്നതും കുട്ടികൾ മാത്രമാണ്. ഹീസ് കൈൻഡ് ഓഫ് ലൈക്ക് ദിസ് ലെപ്പേർഡ്, പുലിയെ പോലെ ഒരു വന്യജീവിയാണ്. അയാളെ കാണുന്നതും കുട്ടികൾ മാത്രമാണ്. ആ ഒരു രീതിയിൽ നമുക്ക് വേണേ പറയാവുന്നുള്ളൂ. ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയണമെന്ന് വിചാരിച്ചത്. അഗെയിൻ, ഈ സിനിമ ഇറ്റ്സ് എ റിവാർഡിങ് എക്സ്പീരിയൻസ് എന്ന് നിസ്സംശയം പറയാവുന്ന ഒന്നാണ്. ഒരു കാഴ്ചയൊന്നും തീർത്തും എൻജോയ് ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം എൻജോയ് ചെയ്യാൻ നടക്കുന്നത് നമ്മൾ കോംപ്രിഹെൻഷനിലൂടെയാണ്. കോംപ്രിഹെൻഷൻ നടക്കാൻ മിനിമം 2 തവണയിലും കാണണം എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത. ഇറ്റ്സ് എ ഡിമാൻഡിങ് ഫിലിം, അറ്റ് ദ സെയിം ടൈം it's rewarding too. Thank you for watching.